വാങ്കഡയിൽ നിന്നും നമ്മുടെ ചേട്ടൻ്റെ വക 1 റൺ മഴ. വെസ്റ്റ് ഇൻഡീസിനെതിരെ നിർത്തിയെടുത്ത് നിന്ന് തന്നെ ഇന്ന് തുടങ്ങി. എല്ലാവരും പേടിച്ചിരുന്നത് ആർച്ചറിനെ എങ്ങനെ നേരിടുമെന്നാണ്. ആർച്ചർ പതിവ് പോലെ തന്നെ ഷോർട്ട് ബോളിൽ കൊടുക്കുമോ എന്നായിരുന്നു. ആർച്ചറിനെ 4 അടിച്ചു തുടങ്ങിയ സഞ്ജു പിന്നെ അടുത്ത ബോളിൽ തന്നെ 6 അടിച്ച് വരവറിയിച്ചു. പക്ഷേ ആ ഓവറിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സഞ്ജുവിനെ പുറത്താക്കാൻ കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി. പിന്നെ സഞ്ജുവിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അഭിഷേക് പോയ ശേഷം തൻ്റെ സുഹൃത്തായ ഇഷാനുമായി നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇഷാൻ ആക്രമണത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തപ്പോൾ നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനും സഞ്ജുവിന് കഴിഞ്ഞു. ഇഷാൻ പുറത്തായപ്പോൾ വീണ്ടും കൺട്രോൾ സഞ്ജു ഏറ്റെടുത്തു. അവസാനം ടീമിനെ നല്ലൊരു സ്കോറിൽ എത്തിച്ച ശേഷം സഞ്ജു മടങ്ങിയപ്പോൾ 42 ബോളിൽ നിന്നും 89 റൺസ്, അതിൽ 8 4-ഉം 7 6-ഉം. ആർച്ചറിൻ്റെ ഒരു ഓവറിൽ തന്നെ 2 6 ഉണ്ടായിരുന്നു. വ്യക്തിഗത മൈൽ സ്റ്റോണിനേക്കാൾ സഞ്ജു എപ്പോഴും നോക്കാറ് ടീമിൻ്റെ സ്കോറാണ്. സഞ്ജു പുറത്തായ ശേഷം പിന്നീട് വന്നവർ ആരും മോശമാക്കിയില്ല. കാരണം ടീമിന് അത്രത്തോളം അടിത്തറ ഉണ്ടാക്കിയിട്ടായിരുന്നു സഞ്ജുവിൻ്റെ മടക്കം. അവസാനം തിലക് വർമ്മയുടെയും ഹർദിക്കിൻ്റെയും ക്വിക്ക് ഫയറിലൂടെ ഇന്ത്യയുടെ സ്കോർ 253. ഇംഗ്ലണ്ടിന് 254 റൺസിൻ്റെ വിജയലക്ഷ്യം. എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു ഫൈറ്റ് പ്രതീക്ഷിക്കാമെന്നാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ.